കേരളത്തിലെ പ്രധാന വാർത്തകൾ. അനധികൃത ബംഗ്ലാദേശികൾ അറസ്റ്റിൽ. ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച 5 അനധികൃത ബംഗ്ലാദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുവരികയാണ്. ആലുവയിൽ അമ്മയെ പീഡിപ്പിച്ച മകൻ അറസ്റ്റിൽ. ആലുവയിൽ 30 വയസ്സുകാരനായ മകൻ സ്വന്തം അമ്മയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നും അമ്മയെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം കൂടുന്നു. കേരളത്തിൽ മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ വ്യാപനം തടയാനാവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ചില ഹൈന്ദവ സംഘടനകൾ. കൊച്ചി മെട്രോ ട്രാക്കിൽ നിന്ന് ചാടിയ യുവാവ് മരിച്ചു. കൊച്ചി മെട്രോ സ്റ്റേഷനിൽ ട്രാക്കിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ഇയാളുടെ ആത്മഹത്യയാണോ അതോ അപകടമരണമാണോ എന്ന് പോലീസ് അന്വേഷിച്ചുവരികയാണ്. മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചുള്ള തട്ടിപ്പ്. കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് 25 ലക്ഷം രൂപയോളം തട്ടിയെടുത്തതായി പോലീസിന് പരാതി ലഭിച്ചു. ഇന്ത്യയിലെ മറ്റു വാർത്തകൾ. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തി അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഡൽഹിയിൽ ടെസ്ലയുടെ പുതിയ ഷോറൂം ഓഗസ്റ്റ് 11-ന്. ലോകപ്രശസ്ത ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ പുതിയ ഷോറൂം ഡൽഹിയിലെ എയ്റോസിറ്റിയിൽ ഓഗസ്റ്റ് 11-ന് തുറക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉടൻ ആരംഭിക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് സൂചന. ലോകവാർത്തകൾ. ട്രംപ് - പുടിൻ കൂടിക്കാഴ്ച ഉടൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഉടൻ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. UAEയിൽ വെച്ചായിരിക്കും ചർച്ച നടക്കുക. സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ മരിച്ചു. 18 വർഷമായി കോമയിലായിരുന്ന സൗദി രാജകുമാരൻ അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ അന്തരിച്ചു. അയർലൻഡിൽ മലയാളി പെൺകുട്ടിക്ക് നേരെ വംശീയാധിക്ഷേപം. അയർലൻഡിൽ 6 വയസ്സുള്ള മലയാളി പെൺകുട്ടിക്ക് നേരെ വംശീയാധിക്ഷേപം നടന്നതായി റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.